Hello guys, welcome back to my YouTube channel. Arya Tavara Please Vlog. ഓക്കെ, അപ്പം ഇന്ന് ഒരു കുഞ്ഞ് ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ. കുറേ ഡേയ്സായി പ്ലാൻ ചെയ്യുന്നു ഡേ ഇൻ മൈ ലൈഫ് എടുക്കണമെന്ന്. അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചു ഒരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കാം. ഇന്ന് വേറെ കുറച്ച് ഒരു കാര്യങ്ങളൊക്കെ കാണിച്ചു തരാനുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു കുഞ്ഞു ഡേ ഇൻ മൈ ലൈഫ് എടുക്കാമെന്ന് കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഞാൻ എന്താ ഡ്രസ്സൊക്കെ മാറിയിട്ടിരിക്കുകയാണ്. ഞാൻ ഈ ജിമ്മിന് പോവാണ്. ഒരു വർക്കൗട്ടൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ജിമ്മിന് പോവാണ് ഗൈസ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഡേ ഇൻ മൈ ലൈഫ് ഇന്നത്തെ വ്ലോഗ് കാണാം. ഓക്കെ, അപ്പോൾ ഇതാണ് എൻ്റെ ബോട്ടിൽ. അപ്പോൾ ഞാനിതിൽ വെള്ളം പകുതിയേ ഉള്ളൂ. അപ്പോൾ ഞാനിതിൽ വെള്ളം നിറയ്ക്കട്ടെ കേട്ടോ ആദ്യം. എന്നിട്ട് നമ്മൾ നേരെ ജിമ്മിന് പോവാണ്. ഓക്കെ മക്കളെ, അപ്പം ഞാൻ ദേ ജിമ്മിന് പോവാണ് കേട്ടോ. അപ്പം എൻ്റെ വണ്ടി ഇവിടെയാണ്. നല്ല വെയിലുണ്ടെന്ന്. ഇടയ്ക്ക് വെയിൽ ഇടയ്ക്ക് മഴ, അങ്ങനെയാണ് ഇവിടുത്തെ ഒരു കാലാവസ്ഥയുടെ രീതി. അപ്പോൾ അതാ എൻ്റെ കൂടെ രാജേച്ചി ഉണ്ട്. അപ്പോൾ രാജേച്ചിയും ജിമ്മിന് ജോയിൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടി പോവാണ്. അപ്പോൾ ഞാൻ ഈ കോട്ടൊക്കെ ഇട്ടിട്ടാണ് പോണത്, നല്ല വെയിലായുണ്ട്. അപ്പോൾ അതാ ഗൈസ് ജിമ്മൊക്കെ ചെയ്ത് ഇങ്ങനെ വിയർത്തിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ ഞാൻ അത്യാവശ്യം ഇപ്പോൾ ഒരു കുറച്ച് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കണ്ടത്ര തോന്നുന്നില്ലെങ്കിലും കുറഞ്ഞിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് ജിമ്മ്. ഇത് ജിമ്മാണ് കേട്ടോ. അപ്പോൾ ഇത് DNA എന്ന് പറഞ്ഞ ജിമ്മാണ്. നമ്മുടെ അമ്പലപ്പുഴക്കാരുടെ DNA ജിമ്മാണ്. ഇതറിയാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല. ഓക്കെ, അപ്പോൾ ഇത് ലേഡീസ് ടൈമാണ് കേട്ടോ ഞാൻ വരുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ വെള്ളവും കുടിക്കും ഇടയ്ക്കിടയ്ക്ക്. കാരണം ഹൈഡ്രേറ്റ് ആയിട്ടിരിക്കണം. അതുകൊണ്ട് നമ്മൾ ജിമ്മ് ചെയ്യണതിൻ്റെ ഒപ്പം തന്നെ വെള്ളം കുടിക്കണം. അപ്പോൾ ഇങ്ങനെ ഒരു മെഷീൻ. അപ്പോൾ ഇത് ഇന്ന് ബൈസെപ്സ് ഡേ ആയിരുന്നു. അപ്പോൾ ഓരോ ദിവസം ഓരോ ഡേ ആണ്. അപ്പോൾ അതിന് ഇങ്ങനെ ഒരു മെഷീൻ, ഈ മെഷീൻ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ചെയ്യണത്. നല്ല വേദനയായിരുന്നു ഗൈസ് ഇത് ചെയ്തേ. പിന്നെ കയ്യിന് നല്ല വേദന കേട്ടോ. അപ്പോൾ ഞാൻ ജിമ്മ് ചെയ്യട്ടെ ഗൈസ്. ഓക്കെ ഡിയേഴ്സ്, അപ്പോൾ ജിമ്മ് കഴിഞ്ഞ് വന്നു. ഇനി ഒരു 3 മണിയാകുമ്പോൾ എനിക്കൊരു പ്രോഗ്രാം ഉണ്ട്. അത് കാണിച്ചു തരാൻ എന്താണ് കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ ഫുഡ് കഴിക്കണം. ഞാൻ ഫ്രഷൊക്കെ ആയി ഒന്ന് മേലൊക്കെ കഴുകി നല്ല സുഖമുണ്ട് ഇപ്പോൾ. അപ്പോൾ ഇത് വിശന്നിട്ട് വയ്യ. അപ്പോൾ ഇനി ഫുഡ് കഴിക്കട്ടെ കേട്ടോ. അപ്പോൾ എന്താ ഫുഡ് നോക്കാം നമുക്കിന്ന്. സോ ഇന്നത്തെ ലഞ്ചിൻ്റെ എൻ്റെ മെനു ഇതാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ലഞ്ചിന് ഞാൻ ചപ്പാത്തിയാണ്. അപ്പോൾ ഇന്ന് 2 ചപ്പാത്തി. അപ്പോൾ പ്രോട്ടീനിന് വേണ്ടിയിട്ട് നമ്മൾ വൈറ്റ് കടല, വെള്ളക്കടല കൊണ്ടൊരു കറി പോലെ, ഒരു ഡ്രൈ ആക്കിയിട്ടൊരു കറി പോലെയാണ് ഉണ്ടാക്കിയേക്കണേ. പിന്നെ ഫൈബറിന് വേണ്ടിയിട്ട് ചീരയാണ് എടുത്തേക്കണേ കേട്ടോ. അപ്പോൾ ചീരയുടെ കൂടെ തന്നെ പിന്നെ കുറച്ച് സലാഡും കഴിക്കും. അപ്പോൾ സലാഡ് എന്ന് പറയുമ്പോൾ ഞാൻ കൂടുതലും ഈ കുക്കുംബർ മാത്രം ഇങ്ങനെ ജസ്റ്റ് അരിഞ്ഞ് കഴിക്കാറാണ് പതിവ്. അപ്പോൾ ഇങ്ങനെ പോർഷൻ കൺട്രോൾ ചെയ്തിട്ട് വേണം നമ്മൾ ലഞ്ചും ഫുഡൊക്കെ കഴിക്കാൻ കേട്ടോ. ഓക്കെ ഗായ്സ്, അപ്പോൾ ഞാൻ ഡാൻസ് ക്ലാസ്സിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു വീഡിയോ ഷൂട്ട് ഉണ്ടെന്ന്. അപ്പോൾ അതിൻ്റെ കാര്യത്തിനാണ് ഇപ്പോൾ വന്നേക്കണത്. അപ്പോൾ പിള്ളേരൊക്കെ വരണം. പിള്ളേർക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ. പിള്ളേരും അമ്മമാരും എൻ്റെ സ്റ്റുഡൻസ്. നമുക്ക് എത്ര പ്രായമായാലും അവർ എൻ്റെ പിള്ളേർ തന്നെയാണല്ലേ. അപ്പോൾ അവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും ഇപ്പോൾ വരും. അപ്പോൾ നമ്മളിവിടെ ഹാളിൽ എല്ലാവരും കൂടി വന്നിട്ട് നമ്മളൊരു ബീച്ചിൽ വെച്ച് ഷൂട്ട് ചെയ്യാനാണ് പ്ലാൻ ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് അതിൻ്റെ വീഡിയോസൊക്കെയാണ് കേട്ടോ ഇന്ന് കാണാൻ സാധിക്കുക. ഞാൻ എൻ്റെ ഡാൻസ് ക്ലാസ്സിൽ പതിവ് പോലെ തന്നെ പോസ്റ്റ് അടിച്ചിരിക്കുകയാണ്. ഭയങ്കര കൃത്യനിഷ്ഠതയുള്ള പിള്ളേരായതുകൊണ്ട് ഒരാൾ പോലും എത്തിയിട്ടില്ല. അങ്ങനെ ആറ്റുനോറ്റ് ഒരാൾ എത്തിയിട്ടുണ്ട് കേട്ടോ ഗൈസ്. ഇത് കല ടീച്ചറാണ്. അപ്പോൾ ഇനി എല്ലാവരും വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ടീച്ചർ റെയിൽവേ ക്രോസിലാണെന്നൊക്കെ പറഞ്ഞു. ഓക്കെ എന്നൊക്കെ പറഞ്ഞ് ഞാൻ ഇതാക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ബീച്ചിൻ്റെ സൈഡിലാണ് നമ്മൾ ഷൂട്ടിങ് പ്ലാൻ ചെയ്തേക്കണത്. എത്രത്തോളം സക്സസ് ആവുമെന്നറിയില്ല. അപ്പോൾ എല്ലാവരും മുഖംമൂടിയൊക്കെ വെച്ച് വെയിലായതുകൊണ്ടാണ് കേട്ടോ ഗൈസ്. ഭയങ്കര വെയിലാണ്. ഇത് പെങ്ക്വിനെ കണക്കിരിക്കണില്ലേ രാജേച്ചിനെ കാണാൻ. ഓക്കെ, അപ്പം ഞാനൊരു കോട്ട് ഇട്ടിട്ടുണ്ട്. ഒക്കെ നല്ല വെയിലാണ്. സോ ഇതൊരു ബ്യൂട്ടി പാർലറാണ് കേട്ടോ. നമ്മുടെ സ്റ്റുഡൻറ്റിൻ്റെ തന്നെ ഒരു ബ്യൂട്ടി പാർലർ തൊട്ടടുത്തുണ്ട്. അപ്പോൾ അവിടെയാണ് പ്രാക്ടീസ്. ആദ്യം വരെ സ്റ്റെപ്സൊക്കെ പഠിപ്പിക്കണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം പ്രാക്ടീസാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. കാരണം വെയിലായതുകൊണ്ട് ആദ്യം തന്നെ ബീച്ചിൽ പോകണ്ടല്ലോ. അതുകൊണ്ട് ഇപ്പോൾ പ്രാക്ടീസാണ് കേട്ടോ നടക്കണത്.
അപ്പോൾ ഇവരൊക്കെയാണ് കേട്ടോ എൻ്റെ സ്റ്റുഡൻസ് എന്ന് പറയാൻ പറ്റില്ല, ഇപ്പോൾ ശരിക്കൊരു കൂടപ്പിറപ്പ് പോലെയാണ്. അതിൻ്റെ ഒരു കളിയും ചീരി അവർക്ക് എൻ്റെ അടുത്തൊരു സീരിയസ്നെസ് ഇല്ല സത്യത്തിൽ. ഞാനൊരു ടീച്ചറാന്നുള്ള ഒരു ഇതില്ല, കാരണം ഫ്രണ്ടിനെ പോലെയാണ്. അത് പറഞ്ഞാൽ പറ്റില്ലല്ലോ, സീരിയസ് ആവാതിരുന്ന പെട കൊടുക്കാതിരുന്ന ഇവർ മര്യാദയ്ക്ക് കളിക്കില്ല. അപ്പോൾ എന്തായാലും നമ്മളിവർക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ഞാൻ ഓരോ സ്റ്റെപ്സൊക്കെ ഇട്ട് കൊടുക്കുകയാണ്. അതിൻ്റെ ഇടയിൽ കളിയും ചീരിയും ഒക്കെ നടക്കുന്നുണ്ട് ഗൈസ്. പക്ഷെ ബ്രൂട്ടീഷൻ മാത്രം ഞാൻ ചെയ്യാറില്ല, ഇതുവരെയും ചെയ്തിട്ടില്ല. കാരണം ജനിച്ചപ്പോ കാരണന്മാർക്ക് നല്ല ഭംഗിയുണ്ട്, കോലമുണ്ട്. അപ്പൊ ഇത്രയും കാലം എന്ന് പറഞ്ഞാൽ എന്റെ കാര്യങ്ങൾ എനിക്ക് നോക്കാൻ പറ്റിയില്ല, സമയമില്ലായിരുന്നു. ഇപ്പൊ എനിക്ക് കുളിക്കാനും നനയ്ക്കാനും പറ്റിയതുകൊണ്ട് എന്റെ കാരണന്മാർ കാണാൻ കൊള്ളാവുന്നതുകൊണ്ട് അവരുടെ ഒരു കോലവും രൂപവും എനിക്ക് കിട്ടണു. അതുകൊണ്ടാണ് അത് ബ്രൂട്ടീഷൻ ചെയ്തിട്ടല്ല. ആ സൗന്ദര്യം ദൈവം തന്നെയാണ് ഭംഗി. കാരണന്മാര് ജനിപ്പിച്ചപ്പോ കാരണന്മാരൊരു ഭംഗിയാണ് എനിക്ക് തന്നേക്കുന്നത്. അത് ഞങ്ങളുടെ വീട്ടിലെല്ലാവർക്കും അത്രയും കോലമില്ലാത്ത പെണ്ണുങ്ങളൊന്നും അല്ല, എല്ലാവരും കാണാൻ കൊള്ളാമെന്നാണ്. അങ്ങനെ എല്ലാവരുടെയും ബ്രൂട്ടീഷനും ഒക്കെ കഴിഞ്ഞ് ഞങ്ങളിത് ഇറങ്ങാൻ പോവാണ് ഗൈസ്. എല്ലാവരും ഇറങ്ങിത്തുടങ്ങി. ഇനി നമ്മൾ ബീച്ചിൽ പോകണം. അപ്പോൾ ഇതാ നമ്മൾ ഇറങ്ങുകയാണ് കേട്ടോ. എല്ലാവരും ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതാ ബ്യൂട്ടി പാർലർ ഞാൻ പറഞ്ഞില്ല, അവിടെ നിന്ന് ഇറങ്ങുകയാണ്. ഇനി നമ്മൾ സ്ട്രെയിറ്റ് ബീച്ചിലേക്കാണ് കേട്ടോ. തോട്ടപ്പള്ളി ബീച്ചാണ് കേട്ടോ ഗൈസ് ഇത്. അപ്പോൾ എത്ര പേർക്കറിയാം, എത്ര പേര് വന്നിട്ടുണ്ട്? ഒരുവിധം എല്ലാവരും വന്നിട്ടുണ്ടാവും അല്ലേ. അമ്പലപ്പുഴക്കാർക്കൊക്കെ അറിയാം തോട്ടപ്പള്ളി ബീച്ചാണ്. നല്ല അടിപൊളിയാണ് ശരിക്കും. ആ മണ്ണ് കൂന കൂട്ടി ഇട്ടേക്കണം. അതിൻ്റെ മുകളിൽ പോയാൽ നല്ല രസമാണ്, ഫുൾ വ്യൂ കാണാം. പക്ഷേ അവിടെ പോയാൽ ഡാൻസ് എടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് പിന്നെ നമ്മൾ ഇവിടെ തന്നെ ഒരു സ്ഥലത്ത് നിന്ന് കളിക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ പോവാണ് കേട്ടോ. അങ്ങനെ ഇവരെ കൊണ്ട് ഞാൻ മാക്സിമം ചെയ്യിപ്പിച്ചിട്ടുണ്ട്. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഇവരൊക്കെ പഠിച്ച് വരുന്നേ ഉള്ളൂ. പിന്നെ ഇതൊക്കെയെന്ന് വെച്ചാൽ ഒരു ആഗ്രഹത്തിൻ്റെ പുറത്താണ് ചെയ്ത് വരുന്നത്. അത്ര പെർഫെക്ഷൻ എന്നൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ ജസ്റ്റ് അവരുടെ ഒരു ആഗ്രഹം, പിന്നെ എനിക്കൊരു ആഗ്രഹം, അതുകൊണ്ട് ചെയ്തതാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഫുൾ വീഡിയോ ഞാൻ ഷോർട്സ് ആയിട്ട് അപ്ലോഡ് ചെയ്യും. എല്ലാവരും കാണണം കേട്ടോ. എന്നിട്ട് അഭിപ്രായം പറയണേ. ഡാൻസ് മാസ്റ്റർ വിക്രം സാർ. ഇതിനെന്താ വല്ല വട്ടുണ്ടോ? ഇതെന്തു പറ്റി വസന്തരോഗം പിടിവിട്ട കോഴികളെ പോലെ? ചോദിക്കണെന്താണെന്നറിയോ? സിമ്പിൾ ആയിട്ടുള്ള സ്റ്റെപ്പ് ഇല്ലേ, ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇല്ലേ? സിമ്പിൾ ആയിട്ടുള്ള സ്റ്റെപ്പ് എനിക്കറിയില്ല സാർ. അപ്പോൾ ഗൈസ് ഇവരുടെ ഡാൻസും എല്ലാം കഴിഞ്ഞു കേട്ടോ ഗൈസ്. അപ്പോൾ ഞാൻ തിരിച്ച് വീട്ടിലോട്ട് പോവാണ്, ഇല്ലത്തോട്ട് പോവാണ് കേട്ടോ. അപ്പോൾ ഇല്ലത്ത് നിന്നപ്പോൾ അമ്മായിമാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ എത്താൻ വൈകി കേട്ടോ, കുറച്ച് 6 മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അമ്മായിമാരും പിന്നെ ഇത് അനിയനും ഞങ്ങളുടെ കസിനാണ്, അവനും കസിനും അവരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ദാ ഇനിയിപ്പോൾ രാത്രിയിലത്തെ ഡിന്നർ ഉണ്ടാക്കുകയാണ്. രാത്രി ഇവിടെ എല്ലാവർക്കും പലഹാരമാണ് പതിവ് കേട്ടോ. ചോറ് ആരും കഴിക്കില്ല. അപ്പോൾ രാത്രി ഞാൻ ദോശ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നല്ല ദോശ ഇങ്ങനെ ചുട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതുമായിട്ടും വരാറായിട്ടുണ്ട്. അപ്പോൾ ദോശയുടെ ഒപ്പം നല്ല സാമ്പാറുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റുള്ള നല്ല വെജിറ്റബിൾസൊക്കെ ഇട്ട് നല്ല അടിപൊളി സാമ്പാറും ഉണ്ട് കേട്ടോ. അപ്പോൾ അത് കൂടാതെ നല്ല അടിപൊളി കൊഴുക്കട്ടയും അടയും ഉണ്ട് കേട്ടോ. അപ്പോൾ കൊഴുക്കട്ട എന്ന് പറയുമ്പോൾ അതിൻ്റെ ഉള്ളിൽ നമ്മുടെ ശർക്കരയും തേങ്ങയൊക്കെ വെച്ചിട്ടുള്ള കൊഴുക്കട്ടയാണുള്ളത്. അതും പിന്നെ നല്ല ഇലയടയുണ്ട് കേട്ടോ. അതിൻ്റെ ഉള്ളിലും അതേ ശർക്കര തേങ്ങയൊക്കെ വെച്ച ഇലയടയുണ്ട്. അപ്പോൾ കുറച്ച് ദോശയും ഇതെല്ലാം കൂടി ഉള്ളതുകൊണ്ട് കുറച്ചേ ഉണ്ടാക്കിയുള്ളൂ. അപ്പോൾ ഇന്ന് രാത്രിയിലത്തെ ഭക്ഷണം ഇതൊക്കെയാണ് കേട്ടോ. ഇങ്ങനത്തെ നാടൻ ഭക്ഷണമൊക്കെ ഇഷ്ടമുള്ളവർ താഴെ കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞു. അപ്പോൾ ഗായ്സ് എൻ്റെ തട്ടിക്കൂട്ട് ഡേ ഇൻ മൈ ലൈഫ് ഇതോടുകൂടി അവസാനിച്ചിരിക്കുന്നു. എല്ലാവരും എൻ്റെ വ്ളോഗ് കാണാൻ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ,
ബൈ, ഗുഡ് നൈറ്റ്.